ഏകദേശം 3 മണിക്കൂറായി ഇതാണ് അവസ്ഥ. അതായത് ചാത്തന്നൂരിന് സമീപമാണ് ജലവിതരണത്തിൻ്റെ ആ പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 3 നില കെട്ടിടത്തിന് മുകളിലേക്കാണ്, അത്രത്തോളം ഉയരത്തിലാണ് ഇപ്പോഴും ഈ വെള്ളം ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു പ്രഷറിലാണ്, വലിയൊരു മർദ്ദത്തിലാണ് ഈ വെള്ളം ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പുനലൂരിൽ നിന്നും ഈ കൊട്ടിയം ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് ജലവിതരണത്തിനായി വരുന്ന പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. എന്താണ് ആ കാരണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, ഇത്രയും സമയമായിട്ടും ഏകദേശം 12 മണിയോടുകൂടെയാണ് ഈ പൈപ്പ് പൊട്ടിയതെങ്കിൽ പോലും ഇതുവരെയും ആ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഹൈവേ നിർമ്മാണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇവിടെ എത്തിയ കാര്യങ്ങൾ ഇതുവരെയും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വെള്ളം, അതായത് ഈ പുനലൂരിൽ നിന്നും വരുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് ഇത്തരത്തിൽ പൊട്ടിയിരിക്കുന്നത്. ആദ്യത്തെ സംഭവമല്ല. മാത്രമല്ല, 12 മണിയോടുകൂടെ പൊട്ടിയ ഈ പൈപ്പ് ഇപ്പോൾ ഈ ഭാഗത്തറിയാം വലിയ രീതിയിലാണ് ആളുകൾക്ക് ഈ വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് പോലും പ്രശ്നമുണ്ടാകുന്ന ഈ സമയത്താണ് ഈ റോഡാകെ ഇത്തരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററുകളോളം, കാര്യം ഇത് ചെറിയ ഒരു താഴ്ചയുള്ള സ്ഥലമാണ്, കിലോമീറ്ററുകളോളമാണ് ഈ പ്രധാന പാതയിലൂടെ ഈ വെള്ളം ഇത്തരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ഞായറാഴ്ചയും ഇത്തരത്തിൽ ഈ സമീപത്തായിട്ട് പൈപ്പ് പൊട്ടി വലിയ രീതിയിൽ റോഡിലൂടെ വെള്ളം ഒഴുകുകയും ചെയ്തിട്ടുണ്ടായിരുന്നതായി നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ഇത് ഫെബ്രുവരി 2-ാം തീയതി ഇതിനൊക്കെ ഒരു വട്ടം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ റോഡ് സൈഡിലല്ലേ പണികൾ നടക്കുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് ഇത് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 തവണയായി പൊട്ടൽ. പിന്നെ മുന്നേ പൈപ്പ് ലൈൻ്റെ വർക്കുകളിൽ ഈ ചാത്തന്നൂർ പ്രദേശത്തിലൊക്കെ 2-3 തവണ പൊട്ടിയിട്ടുണ്ട്. കുടിവെള്ളം മുടങ്ങിയേക്കാണ്. കുടിവെള്ളം, അതെ, കളിയാക്കുളം, ചാത്തന്നൂർ, തിരുമുക്ക് ഭാഗത്തെല്ലാം കുടിവെള്ളം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ഉണക്ക് സമയം കൂടെ ആണ്. അപ്പം കുടിവെള്ളത്തിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇത് പൊട്ടിയിരിക്കുന്നത്. വെള്ളത്തിന് ഭയങ്കര ക്ഷാമങ്ങളാണ്. സാറിന് വേണമെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറിയാൽ പ്രദേശവാസികൾ ചോദിച്ചാൽ അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ ക്ഷാമം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഡെയിലി ഇതാണ്. 2 ദിവസം വെള്ളം ഉണ്ടെങ്കിൽ 3 രാത്രി 12 മണിക്ക് വെള്ളം വന്നാൽ ആരാണ് എണ്ണിച്ച് സാറേ ഈ ചൂട് സമയത്ത്? അപ്പോഴായിരിക്കും നമുക്കൊരു മയക്കം കിട്ടുന്നത്. ആ സമയത്തായിരിക്കും വന്നിട്ട് വെള്ളം പിടിക്കാൻ പറഞ്ഞാൽ വെള്ളം കിട്ടത്തില്ല. കംപ്ലീറ്റ് ഭാഗങ്ങളിൽ ഇങ്ങനെ പൈപ്പ് ലൈൻ പൊട്ടുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾ കൊട്ടിത്തൊട്ട് പോയാൽ കാണാൻ പറ്റും, അതിന് തൊട്ട് ബാക്കിലോട്ട് പോയാൽ കാണാൻ പറ്റും. ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ഇത് കേൾക്കുന്നവരോ അല്ലെങ്കിൽ കാണുന്നവരോ ഉണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ദയവ് ഇതിനൊരു പരിഹാരം കണ്ടെത്തിക്കണം. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കുടിവെള്ള പൈപ്പുകളൊക്കെ പല സ്ഥലങ്ങളിലും മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മാറ്റി പുതിയവ സ്ഥാപിക്കാത്തതാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണമെന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, പല സ്ഥലങ്ങളിലും ഈ മാറ്റി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ഇവിടെ നിന്നും ആ മണ്ണ് മാറ്റി ബാക്കി പണികളൊക്കെ നടത്താനായി പൈപ്പൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് പൊട്ടിയിരിക്കുന്നത്. സാധാരണയായിട്ട് ഈ പ്രഷർ പരിശോധിക്കുമ്പോൾ, വെള്ളം കടത്തി വിട്ടുകൊണ്ട് പ്രഷർ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പൊട്ടലുണ്ടാകുന്നതെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ പൊട്ടലുണ്ടായതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ആളുകൾ കുടിക്കേണ്ടുന്ന വെള്ളം മണിക്കൂറുകളായി പാഴായി പോകുന്നു. ഒരുപക്ഷെ ഇതിനെ പെട്ടെന്ന് നിയന്ത്രിച്ച് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. വലിയ പ്രഷറിലാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം തന്നെ ഇപ്പോൾ ഒഴുകി പോവുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്തോടെ മാത്രമേ ഒരുപക്ഷെ, കാര്യം നേരത്തെ ഇതിനേക്കാളും വലിയ ഉയരത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 3 നില കെട്ടിടത്തിൻ്റെ മാത്രം ഉയരത്തിലേക്ക് താഴ്ന്നു കൊണ്ടുവരികയാണ്. മണിക്കൂറുകളെടുത്ത് മാത്രമേ ഈ വെള്ളം ഇത്തരത്തിൽ പൊന്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളും വലിയ രീതിയിൽ പരാതി ഉന്നയിക്കുന്നു. നിരന്തരമായി ഇത്തരത്തിൽ ഈ വെള്ളം പൊട്ടി പുറത്തേക്ക് ഒഴുകി കുടിവെള്ളം നശിക്കുന്നതിനെതിരെ. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിച്ചലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.